ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഡേ 4 ആൻഡ് ദി ലാസ്റ്റ് ഡേ ഇൻ കൊലാലംപൂർ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. രാവിലെ തന്നെ കോഫി, കോൺഫ്ലേക്സ്, ഭട്ടൂരയും പരിപ്പ്, ദാലും, മലൈ നൂഡിൽസ്, പിന്നെ ഇത് ഐസ്ഡ് ടീ, സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ഡ് ടീ. പിന്നെ ഞാൻ ഭട്ടൂര, ബോയിൽഡ് എഗ്ഗ്, അതിൻ്റെ മേലെ ചിക്കൻ കറിയുടെ ചാറ് വെച്ചിട്ടുണ്ട്. പിന്നെ നൂഡിൽസ്, കോൺഫ്ലേക്സ്, ഇത്ര സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മണിയായിട്ടാണ് വന്നത്. ബാക്കി എല്ലാവരും പോയി, നമ്മളാണ് ലാസ്റ്റ് കസ്റ്റമർ. നമുക്ക് ശേഷം ഒരു അപ്പാപ്പനും മമ്മിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിഞ്ഞ് റൂമിൽ പോയി പാക്ക് ചെയ്ത് 12 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ചെക്കൗട്ട് ടൈം 12 മണിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ 10:15. അപ്പോൾ ഇത് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് വേണം പാക്ക് ചെയ്ത് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ. നമ്മൾ 4th ഡേ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. നമ്മുടെ ലിഫ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ വന്നിട്ടൊന്നും മേടിച്ചിട്ടാണ് കണ്ട. എനിക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ടു. ലീ കൂപ്പർ. ഹായ്. യാ, ലീ കൂപ്പറിന്റെ ഓട്ടോമാറ്റിക് വാച്ചാണ് ഗൈസ്. കുറച്ച് വിലയുണ്ട്, പക്ഷെ എന്തായാലും ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഒരു ആപ്പിൾ വാച്ച് ഉള്ളു. സരസിലേ 750, right? Okay. International warranty, right? International warranty. Yeah, was 2 years. 2 years. Okay. Also cover missing, baby, and Yes. this one And the movement. on the cheek. Okay. Yep. 40,000 രൂപയുടെ വാച്ച് കഴിച്ചു ഗൈസ്. എന്തായാലും ഒരു ഹണിമൂണൊക്കെ വന്നല്ലേ, പൈസ എന്തായാലും ചെലവായി. പിന്നെ കിടക്കട്ടെ. എന്താ ചിറ്റോ? പറ. അടിപൊളിയല്ലേ? താങ്ക് യു സോ മച്ച്. ബൈ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ സെയിൻസിയുടെ ബ്രദറിനും സിസ്റ്ററിനും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു വാച്ച് മേടിച്ചു. ഞാൻ കുറേ കാലമായിട്ടൊരു ഓട്ടോമാറ്റിക് വാച്ച് വാങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ആപ്പിൾ വാച്ച് കെട്ടി നല്ല തന്നെയാണ്, പുതിയതാണ്, സീരീസ് 9 ആണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. നാട്ടിലത്തെ റേറ്റും ജർമ്മനിയിലെ റേറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ടാക്സ് കുറവാന്ന് തോന്നുന്നു. ചെറിയൊരു ഡിഫറൻസ് കണ്ടു. പിന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങ് എടുത്തു. പിന്നെ റെഡ് നമ്മുടെ പണ്ടേ വീക്ക്നെസ് ആണല്ലോ അല്ലേ, അപ്പോൾ പിന്നെ അത് മേടിച്ചു. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അല്ലേ? സന്തോഷത്തിനല്ല, വിശക്കുണ്ട്, അതാണ് ഒരു സത്യം. അപ്പോൾ നമുക്ക് മേലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ മേടിച്ചത് നമ്മുടെ കോലാലംപൂരിലുള്ള സോഗോ മാളിലാണ് കേട്ടോ. സോഗോ മാൾ. നമ്മുടെ അച്ചുവിനും ഇവർക്കൊക്കെയുള്ള ഡ്രസ്സും നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. അയ്യോ ഗൈസ്, സായിക്ക് നമ്മളൊന്നും മേടിച്ചിട്ടില്ല എന്ന് കരുതരുത്. ഇന്നലെ നമ്മൾ വൈകിട്ട് മഴയത്ത് ഷോപ്പിങ്ങിന് പോയിണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ സായിക്കൊരു ബാഗ്, എൻ്റെ മമ്മിക്കൊരു ബാഗ്, പിന്നെ സായിയുടെ അനിയത്തിക്ക് സാനിക്ക് നമ്മളൊരു ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടില്ല. അത് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണിച്ചാൽ, കാരണം നമ്മളതൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു വാച്ച് മേടിച്ചു, അത്രേ ഉള്ളൂ. ഫുഡ് കോർട്ടാണ് ഇവിടെ. എന്ത് കഴിക്കുക? ഇത് ചിക്കൻ റൈസ് ഷോപ്പ്. ഇവിടെ എന്താ ഉള്ളത്? ബിറാണി കിട്ടുമോ? ബിറാണി ഇതാണ് കഴിച്ച് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ട് കളഞ്ഞ സാധനം. ഫ്ലൈറ്റിൽ നമ്മളൊരു വ്ളോഗ് ചെയ്തില്ല അല്ലേ? അയ്യോ നന്നായി. എയർ ഏഷ്യക്കാർ നമ്മളൊക്കെ വന്നായിരുന്നു. From the two, and then we have the bottomless drink. This comes with the rice. This one is rice. The rice is the side dish. If you want rice, you can choose the rice in the set. Instead of this one, rice or all these.
You can choose. You can change to another else. Okay, I can choose either 2 chickens and Yes. the fries and this one, Yes, or you the side dish. Yes, you can take meat. You can take this here, or you can choose this. Okay. അപ്പോൾ നമുക്ക് നന്ദൂസ്ന്ന് കഴിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അവളെ പിടിച്ചിരുത്തിയിട്ടുണ്ട് നമ്മളേനാ പെണ്ണുമ്പിള്ള. അത് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഇതിൽ സ്കാൻ ചെയ്ത് ആവശ്യമുള്ളത് പറയാനാണ് പറഞ്ഞുള്ളത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പ്ലാറ്റർ സെലക്ട് ചെയ്തിട്ടുള്ളതിൽ 2 ആൾക്കാരാണ്. ക്വാർട്ടർ ചിക്കൻ 1 പീസ്, അത് സ്പൈസി ബ്രസ്റ്റ് പീസ്. അതുപോലെ വേറെ ഒരെണ്ണം ക്വാർട്ടർ ചിക്കൻ സ്പൈസി തൈ പീസ്. പിന്നെ അതിൻ്റെ ഒപ്പം മെഡിറ്ററേനിയൻ റൈസ് വിത്ത് പെരി ക്രാക്കിൾ. പിന്നെ നമ്മുടെ കോൾസ്ലോ, ബോലോ ആൻഡ് ബോലോ ഡിലേറ്റ്, അതെന്തോ ഇതാണ്, ഡെസേർട്ടാണ്. പിന്നെ അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷ് ഫുള്ളി ലോഡഡ് ചിപ്സ് വിത്ത് സ്പ്രിംഗ് ഓണിയൻ. പിന്നെ കോള 0 ഷുഗർ സ്പ്രൈറ്റ്. ഇത്രയും സാധനങ്ങൾക്ക് നമുക്ക് 74 റിംഗറ്റ്. അപ്പോൾ നമുക്കിത് ഓർഡർ ചെയ്യാം. ഇതുവരെ ഇപ്പോൾ കുറേ ആയി. അല്ലെങ്കിൽ നമ്മൾ ബില്ലിങ്ങിലേക്ക് പോയപ്പോൾ 81 റിംഗറ്റ് ആയിട്ടോ. ദിവസത്തേക്ക് നമ്മുടെ കുറച്ച് ദിവസത്തേക്കല്ല, ഇപ്പോൾ കുറച്ച് ടൈമിൽ നമുക്ക് നമ്മുടെ ആപ്പിൾ വാച്ചിനോട് വീട് പറഞ്ഞ് ഓട്ടോമാറ്റിക് വാച്ച് കൊണ്ടുവന്ന അപ്പം മമ്മിയും കാണുന്ന. ഇതാണ് വാച്ച്. വാച്ച് കാണിച്ച് തീരുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് വാച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിൽ ബാറ്ററി ഉണ്ടാവില്ല. നമ്മൾ കയ്യിൽ വെറുതെ വയർ ചെയ്താൽ തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. ഉള്ളിൽ അങ്ങനെ കറങ്ങുന്നുണ്ടോ. പിന്നെ നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഒരു തൈ പീസ്, എനിക്ക് കോൾസ്ലോ, ഇതവിടെ റൈസ്, ബ്രസ്റ്റ് പീസ്, പിന്നെ അതെന്താ ബോളോ ഡോളോ അങ്ങനെ എന്തോ പറഞ്ഞ നമ്മുടെ ഡെസേർട്ട്. പിന്നെ നമ്മുടെ ഫ്രൈസ് വിത്ത് ചീസ്. പിന്നെ എന്തോ സാധനം കൂടി വരാല്ലേ. ഇതാണോ ചിപ്സ്? ഇതാണ് ചിപ്സ് വിത്ത് ഒനിയൻ. ഇത്ര ഉള്ളു ഗൈസ്. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ്, ഞാൻ കോള, ഇത് സ്പ്രൈറ്റ്, ഇത് നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഇത് അവിടെ ആ കാണുന്ന മെഷീനിൽ പോയി കഴിഞ്ഞാൽ റീഫിൽ ചെയ്യാം അൺലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ കഴിക്കാം. കൊള്ളാം കഴിയും, കൊള്ളാം. പൈസ പോയില്ല. അപ്പോൾ നമ്മൾ മഴ പെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ ബാഗ് എടുത്ത് നമ്മൾ ക്യാബ് വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ബൈ 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 ബൈ. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോവാണ്. നല്ല ഇടിവെട്ടും മഴയും. ഹായ്, മലേഷ്യയിൽ വന്നിട്ട് മഴ കണ്ടില്ല എന്നുള്ളൊരു വിഷമമാണ്. മഴ, പെരുമഴ. നമുക്ക് 4 മണിയായിട്ടുള്ളൂ. 6 മണിയാകുമ്പോൾ എത്തിയാൽ 2 മണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ നമുക്ക് ശരിക്കും എയർപോർട്ടിലേക്ക് ദൂരമുള്ളൂ. പക്ഷേ നമ്മൾ 2 മണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ എന്ന് പ്രതീക്ഷിക്കാം. നോക്കൂ, അരമണിക്കൂർ വെള്ളം പെയ്യുമ്പോഴത്തേന് ഇവിടെ വെള്ളപ്പൊക്കമായി. കാറുകളൊക്കെ മുങ്ങാൻ തുടങ്ങി. നമ്മൾ എയർപോർട്ട് എത്തില്ല. അമ്മേ, പുഴയിലൂടെ ആട്ടോ നമ്മൾ പോണേ. ഓളൂസേ എത്തൂലേ ഗൈസ്. നമ്മൾ എയർപോർട്ടിലെത്തി. ഇവിടെ നിന്ന് നമ്മുടെ ഡ്യൂട്ടി പേടുന്നത് യാഗർമേസ്റ്റർ കോൾഡ് ബ്രൂ കോഫി അല്ലേ. കോൾഡ് ബ്രൂ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് നമ്മുടെ പിള്ളേർക്കായിട്ട്. അപ്പോൾ ഇനി 9 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞാൽ
നമുക്ക് ഇനി കൊച്ചിയിലേക്ക് പോകാം ഗൈസ് നമ്മൾ മലേഷ്യയോട് വിട പറയാൻ പോവാണ്. ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കൊലാലംപൂരിനോട് വിട പറയാണ് ഗൈസ്. ബൈ ബൈ മലേഷ്യ, സി യു സൂൺ. അപ്പോൾ ഗൈസ് നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ് ഗൈസ്. നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കിട്ടിയ ഫുഡ് നമ്മൾ കളഞ്ഞായിരുന്നു ഗൈസ്. നമുക്കിത് കഴിച്ചു നോക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ഫുഡ്. ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ്. അപ്പം ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. ഏവറേജ്. അപ്പോൾ ഗൈസ് നമ്മൾ സേഫായിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഉറക്കത്തുനിന്ന് എണീക്കാണ്ട്. അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. ഇനി വേറെ യാത്രകളായിട്ട് പിന്നീട് കാണാം ഗൈസ്. ബൈ ബൈ. സബ്സ്ക്രൈബ്. Please like and subscribe.